കേരള PSCയുടെ 10th പ്രിലിംസിൻ്റെ സ്റ്റേജ് 1, 3 and 4 കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഓഗസ്റ്റ് 22-നാണ് എക്സാം. ആ എക്സാം എഴുതാൻ പോകുന്നവർക്കും 1, 3, 4 ഘട്ടങ്ങൾ എഴുതിയവരും എല്ലാം കാത്തിരിക്കുന്ന ഒരു കാര്യം എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്താണ് എന്നറിയാനാണ്. കാരണം ഓഗസ്റ്റ് 22-ന് ഞങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ എത്ര മാർക്ക് മിനിമം നേടണം എന്ന രീതിയിൽ പോകണം എന്ന് ആലോചിക്കുന്നവരും മെയിൻസിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര മാർക്ക് നേടിയവർക്ക് മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങാം എന്ന ആശങ്കയിലുള്ളവരുമുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ എക്സാമിൻ്റെ എല്ലാം നിലവാരം വളരെയധികം ഉയർന്നിട്ടുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഒരു 10th പ്രിലിംസിന് കാണുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു. NCERTയിൽ നിന്നും ഒരുപാട് ലേറ്റസ്റ്റ് കറണ്ട് അഫെയറുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടായിരുന്നു ചോദ്യങ്ങൾ. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒരുപാട് വരുന്നുണ്ട്. പണ്ട് ഡിഗ്രി മെയിൻസിനും ഡിഗ്രി പ്രിലിംസിനുമൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ 10th പ്രിലിംസിൽ പോലും വളരെയധികം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതാൻ കഴിയൂ. നമുക്ക് ഏകദേശം ഒരു വൈഡ് ഐഡിയ വെച്ചിട്ട് ഒരിക്കലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. ഈ 3 ഘട്ടങ്ങളിലും മാത്സ് അത്യാവശ്യം എളുപ്പമായിരുന്നു. 20 മാർക്കിൻ്റെ മാത്സിൽ 15-ന് എബോവ് നേടാൻ വേണ്ടി ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് സാധിച്ചു. അതാണ് അവരുടെ സ്കോർ അത്യാവശ്യം ഒന്ന് ഉയർത്താൻ വേണ്ടി അവരെ സഹായിച്ചത്. ഇതിൽ നമ്മളോട് PSC ബുള്ളറ്റിനുകളും പത്ര കട്ടിങ്സുകളെല്ലാം പറയുന്ന ഒരു കട്ട് ഓഫ് 55 to 65 റേഞ്ചിലുള്ള കട്ട് ഓഫാണ്. ഇതിൽ പലർക്കും സംശയം നോർമലൈസേഷൻ കിട്ടുമോ, ഏത് സ്റ്റേജ് ആയിരുന്നു ടഫ് എന്ന വസ്തുതകളാണ്. അതിലേക്ക് വരുന്നതിന് മുൻപേ ഓഗസ്റ്റ് 22-ന് ഒരുപാട് പേർക്ക് വീണ്ടും പ്രതീക്ഷ നൽകുന്ന ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 1-ന് നടന്ന ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ 10th ലെവൽ പ്രിലിംസ് പരീക്ഷ കനത്ത മഴയും പ്രകൃതിക്ഷോഭവും കാരണം എഴുതാൻ കഴിയാത്തവർക്ക് വീണ്ടും അവസരമൊരുക്കണമെന്ന് PSC അറിയിച്ചു. ഓഗസ്റ്റ് 22-ന് നടത്തുന്ന അവസാനഘട്ട പരീക്ഷയിലാണ് ഇവർക്കും അവസരം നൽകുക. ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പിന്നീട് അറിയിക്കും. അതുകൊണ്ട് തന്നെ എക്സാം മിസ്സായി പോയവർക്ക് ഓഗസ്റ്റ് 22-നും ഒരു ചാൻസ് കൂടിയുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 22-ന് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ ഏകദേശം എത്ര മാർക്ക് ഉറപ്പിച്ചിട്ടേ തിരിച്ചു വരാവൂ എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് ബോർഡ്സ് കോർപ്പറേഷനിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് 2026 ജൂൺ 20 പ്രകാരം 3064 പേർക്കാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് ബീവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ലോവർ ഡിവിഷൻ ക്ലർക്കിനാണെങ്കിൽ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് 2026 ജൂൺ 15-നാണ്. 288 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. അപ്പം ഈ 2 എക്സാംസിൻ്റെയും ഇതാണ് നമ്മളിപ്പം എഴുതാൻ പോകുന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന 10th പ്രിലിംസ് ഈ എക്സാമാണ്. അപ്പം ഇതിൻ്റെ അന്നത്തെ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇതിന് മുൻപ് നടന്ന കമ്പനി ബോർഡ് LGSൻ്റെ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് 75.54 ബെവ്കോ LDCയുടെ കട്ട് ഓഫ് 80.33 കാരണം അന്ന് എക്സാം വളരെ എളുപ്പമുള്ള എക്സാം ആയിരുന്നു. സാധാഗതിയിൽ നമ്മൾ നമ്മളുടെ അതിന് മുൻപ് നടന്ന ഒരു 5 വർഷത്തെ പേപ്പർ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേ ലെവലിൽ പോകുന്ന ഒരു എക്സാം തന്നെയായിരുന്നു. 2021-ലായിരുന്നു അത് നടന്നത്. എന്നാൽ 2026-ൽ വന്നപ്പോൾ എക്സാം പാറ്റേണേ മാറി, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി മാറി, ക്വസ്റ്റ്യൻസിൻ്റെ സോഴ്സ് മാറി, എല്ലാം മാറി. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു കട്ട് ഓഫ് അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ സ്റ്റേജ് 1 ടഫായിരുന്നു. കാരണം പുതുതായിട്ടുള്ള NCERT ക്വസ്റ്റ്യൻസ് വന്ന ഉദ്യോഗാർത്ഥികൾ ഞെട്ടിപ്പോയ ഒരു സ്റ്റേജായിരുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെയും അതായത് എക്സാം നടന്ന നമ്മളിനി രണ്ടാമത്തെ സ്റ്റേജിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അത് റദ്ദാക്കിയതിനാൽ ഞാൻ 2ാം സ്റ്റേജ് എന്ന് ഇപ്പോൾ പറഞ്ഞത് 3ാമതായിട്ട് നടന്ന സ്റ്റേജിനെ കുറിച്ചിട്ടാണ്. ഈ 2 എക്സാമും അത്യാവശ്യം ആവറേജ് ലെവലിലുള്ള എക്സാം ആയിരുന്നു. അതിൽ ഏതാണ് ടഫ് എന്ന് ചോദിച്ചാൽ ഏറ്റവും ലാസ്റ്റ് നടന്ന 4ാമത്തെ ഫേസിൽ നടന്ന എക്സാം കുറച്ച് ഒരു പൊടിക്ക് കൂടി ടഫായിരുന്നു. എങ്കിലും ആദ്യത്തേതിനെ അപേക്ഷിച്ച് അത്ര ടഫായിരുന്നില്ല. ഇതിൽ നോർമലൈസേഷൻ കിട്ടാൻ ചാൻസ് ആദ്യത്തെ സ്റ്റേജുകാർക്കാണ്. അത് എത്രത്തോളം പോകും അതിൻ്റെ ഒരു റേഞ്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം PSC ആണ്, അവരുടെ മാനദണ്ഡങ്ങളെല്ലാം അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. ആൻഡ് ഓൾസോ ഇതിലൊരു കട്ട് ഓഫ് വരാനുള്ള റേഞ്ച് 60 മുതൽ 70 വരെയാണ്. പ്രൊവിഷണൽ ആൻസർ കീ മാത്രമേ വന്നിട്ടുള്ളൂ.
ഫൈനൽ ആൻസർ കീ വന്നിട്ടില്ല. ഫൈനൽ ആൻസർ കീ വരുമ്പോൾ വീണ്ടും കുറേ ഡിലീഷൻസ് വരാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കിട്ടിയ മാർക്ക് കൂടാനോ കുറയാനോ അല്ലെങ്കിൽ ആൻസർ കീ ചേഞ്ച് ചെയ്യാനോ എല്ലാം ചാൻസ് ഉണ്ട്. എങ്കിലും ഞാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറയുമ്പോൾ എനിക്ക് കൂടുതൽ ടഫായിട്ട് തോന്നിയത് ഒന്നാമത്തെ സ്റ്റേജും അതുപോലെ തന്നെ ലാസ്റ്റ് നടന്ന സ്റ്റേജ് 4ാമത്തെ സ്റ്റേജുമാണ്. ഞാനിവിടെ 3 എന്നാണ് ഇത് എഴുതിയിട്ടുള്ളത്. കാരണം നമ്മൾ കണക്കാക്കുമ്പോൾ ഇനി 2ാമത്തെ സ്റ്റേജ് കണക്കാക്കില്ല. അതുകൊണ്ട് തന്നെ ആ 2 എക്സാംസും ആണ് ടഫ്. ഇതിൽ ഒന്നാമത്തെ സ്റ്റേജിൽ വന്നവർക്ക് അവർക്ക് NCERT ക്വസ്റ്റ്യൻസ് വന്നു. അവർ ക്വസ്റ്റ്യൻസ് കണ്ടപ്പം തന്നെ പാനിക്കായി. അതുകൊണ്ട് തന്നെ 1ാം സ്റ്റേജ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ പറയുന്നത് ഞങ്ങളുടെ സ്റ്റേജാണ് ഏറ്റവും ടഫ് എന്നാണ്. ഏറ്റവും ലാസ്റ്റ് നടന്ന എക്സാം ലാസ്റ്റ് 4th ഫേസിൽ വന്ന സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം ഒന്നിനേക്കാളും ചില രീതിയിൽ ആ ക്വസ്റ്റ്യൻസും കുറച്ച് ടഫായിരുന്നു. കാരണം കറണ്ട് അഫെയറിൽ നിന്ന് വളരെ റീസെൻ്റ് ആയിട്ട് നടന്ന, അതായത് നമ്മൾ എക്സാംസിന് വരാൻ അടുത്ത എക്സാമിന് വരൂ എന്ന് പ്രതീക്ഷിച്ചു പോയ പാർട്ടുകളിൽ നിന്ന് പോലും ക്വസ്റ്റ്യൻസ് വന്നു. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു. അതുകൊണ്ട് തന്നെ 3ാം സ്റ്റേജാണ് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള സ്റ്റേജായിട്ട് തോന്നിയിട്ടുള്ളത്. ടഫ് 1 ആണോ 4 ആണോ എന്നതിൽ ഇന്നും സംശയമുണ്ട്. പക്ഷേ ഞാൻ മെജോറിറ്റി ഓഫ് ആൾക്കാർ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കിയത് 1ാമത്തേതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നോർമലൈസേഷൻ കിട്ടാൻ ചാൻസും 1ാമത്തെ സ്റ്റേജുകാർക്ക് തന്നെയാണ്. ഇനി നമുക്ക് ഫൈനൽ ആൻസർ കീ വരെ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം 60 മുതൽ 70 വരെയാണ് ഇതിൽ നമ്മൾ പറയുന്ന ഒരു കട്ട് ഓഫ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം നമ്പർ ഓഫ് അപ്ലിക്കൻസും എത്ര പേര് എക്സാം എഴുതി എന്നുള്ള കാര്യമൊക്കെ വരാനിരിക്കുന്നു. ഓഗസ്റ്റ് 22 എക്സാം കഴിയേണ്ടതിരിക്കുന്നു. 3 ജില്ലക്കാർക്ക് മറ്റ് ഫേസുകളിൽ എഴുതാൻ കഴിയാത്തവർക്ക് കൂടി ഓഗസ്റ്റ് 22 എഴുതാം. അപ്പം മാസ് നമ്പർ ഓഫ് അപ്ലിക്കൻസ് വരും. അതിൽ എക്സാം വളരെ ടഫ് ആകുമോ വളരെ എളുപ്പമാകുമോ എന്നതുകൂടി അനുസരിച്ചിരിക്കും നമ്മുടെ കട്ട് ഓഫ്. അപ്പോൾ ഓഗസ്റ്റ് 22 എക്സാം എഴുതാൻ പോകുന്നവർ ഒരു 70 മാർക്കെങ്കിലും മിനിമം അഷ്യൂർ ചെയ്യണം. വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് മാർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ സ്റ്റേജ് 1, 3, 4 എല്ലാം ഒരു 70 മാർക്ക് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു പ്രവണത വരികയും അത് നെഗറ്റീവ് മാർക്കിലേക്ക് എത്തിക്കുകയും ചെയ്യും. എക്സാം ഒരുപാട് ടഫാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും 70 മാർക്കൊന്നും ഒരു പ്രിലിംസിൽ ആവശ്യം വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാം അനുസരിച്ച് എഴുതുക. ഒരു 70 മാർക്ക് എന്നത് ഒരു നോർമൽ കണ്ടീഷനിൽ ഇപ്പോൾ ഉള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് പറഞ്ഞത്. എക്സാം മേ ബി ടഫ് ആവാം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 2 ആഴ്ച തികച്ചില്ല. ആ സമയത്ത് നന്നായിട്ട് പഠിക്കാം. നിങ്ങൾ കട്ട് ഓഫിനെ കുറിച്ചൊന്നും അധികം വെറീഡ് ആവാതിരിക്കാം. പ്രിലിംസ് എഴുതിയവർ മെയിൻസിന് പഠിച്ചു തുടങ്ങുക.